Hi friends, welcome to DI Solutions. Today we are discussed about the topic how to generate credit notes in Soho Books. ക്രെഡിറ്റ് നോട്ട്സ് എന്ന് പറയുന്നത് കസ്റ്റമർ വെണ്ടർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഫോർ ദ ഡാമേജ്ഡ് ഗുഡ്സ് ഓർ അൺസാറ്റിസ്ഫാക്ടറി സർവീസ് കാരണം കസ്റ്റമർ വെണ്ടർക്ക് ഗുഡ്സ് തിരിച്ചു കൊടുക്കുമ്പോൾ വെണ്ടർ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അത് ആഫ്റ്റർ ദ സെയിലിങ്ങിന് ശേഷം നടക്കുന്നത് കാരണം നമ്മൾ ഇൻവോയ്സിന് എഗൻസ്റ്റ് ആയിട്ടാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതിനായി സെയിൽസ് മൊഡ്യൂളിൽ ഇൻവോയ്സ് ചൂസ് ചെയ്യുക, ട്രിപ്പിൾ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ക്രെഡിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറുടെ നെയിം അഡ്രസ്സ് ഓട്ടോ ഫില്ലായി വരും. ക്രെഡിറ്റ് നോട്ട് നമ്പർ ഓട്ടോ ഫില്ലായി. ക്രെഡിറ്റ് നോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മെൻഷൻ ചെയ്യുക. ഇൻവോയ്സിന് എഗൻസ്റ്റ് ആയതുകൊണ്ട് ഇൻവോയ്സിലെ ഐറ്റംസ് ഓട്ടോ ഫില്ലായി വരും. ഐറ്റംസ് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല, പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. റിട്ടേൺ വന്നിരിക്കുന്ന ഐറ്റംസ് മാത്രം ചൂസ് ചെയ്യുക. നമുക്കിതിൽ ക്വാണ്ടിറ്റിയും റേറ്റും ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. സേവ് ആൻഡ് ഓപ്പൺ കൊടുക്കുക. സേവ് ആൻഡ് ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്കും ക്രെഡിറ്റ് നോട്ടിലേക്ക് ഇത് ഇൻ ആയിട്ടുണ്ട്. ക്രെഡിറ്റ് നോട്ടിൽ ഇത് ഓപ്പണായി. ഇത് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്ലൈ ടു ഇൻവോയ്സ് ആൻഡ് റീഫണ്ട്. ആദ്യം അപ്ലൈ ടു ഇൻവോയ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ വാങ്ങിയിട്ടുള്ള ഇൻവോയ്സുകളുടെ ലിസ്റ്റ് വരും. അതിൽ പേയ്മെൻറ്റ്സ് നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ ആ ഇൻവോയ്സ് ലിസ്റ്റുകളാണ് ഈ വരുന്നത്. പേയ്മെൻറ്റ്സ് കസ്റ്റമേഴ്സ് നൽകിയിട്ടില്ലെങ്കിൽ ഡ്യൂ ആയിട്ട് നിൽക്കുന്ന ഇൻവോയ്സ് ലിസ്റ്റുകളാണിത്. ഈ എമൗണ്ട് നമുക്ക് ഈ ഇൻവോയ്സിലെ ഏതെങ്കിലും ഒരു ഇൻവോയ്സ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതല്ലെങ്കിൽ ട്രിപ്പിൾ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് റീഫണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ഈ എമൗണ്ട് ക്യാഷോ ബാങ്കോ ആയിട്ട് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇതിലിപ്പം ക്യാഷ് ആയിട്ട് നമ്മൾ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാലൻസ് എമൗണ്ട് എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ ഉണ്ട്. നമുക്ക് അതിൽ പകുതി ഇൻവോയ്സ് ആയിട്ടോ പകുതി ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെ മുഴുവൻ എമൗണ്ട് ആണ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ എമൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യുക. അക്കൗണ്ട് ചൂസ് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.